ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലെനോവ A328 ഷോട്ടിംഗ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. ഈ ഷോട്ടിംഗ് പ്രോബ്ലം മൊബൈൽ ഓൺ ആവാത്ത കംപ്ലൈൻറ്റ് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോണൊന്ന് അഴിക്കണം. ഇതിന് കുറച്ച് സ്ക്രൂസ് ഉണ്ടാകും. ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിക്കുക. അതിനുശേഷം നമ്മൾ മൾട്ടിമീറ്റർ 10 വോൾട്ടേജ് DC ഇട്ടതിന് ശേഷം നമുക്ക് ബാറ്ററിയിൽ എത്ര വോൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 വോൾട്ടേജ് DC ഇടുക. മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകൾ പോസിറ്റീവും നെഗറ്റീവിലും വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് കാണിക്കും. ഇതിൽ ഇപ്പോൾ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 3.78 വോൾട്ടേജൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബോർഡിൽ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നോക്കാം. ബോർഡിൽ ഇതിന് സാധാരണ വരുന്നത് ഷോട്ടിങ് കംപ്ലൈൻ്റ് ആണ്. ഷോട്ടിങ് സാധാരണ വരുന്നത് കപ്പാസിറ്ററുകളാണ് ഷോട്ടിങ് ആകുക. അപ്പോൾ നമുക്കിതിന് ഷോട്ടിങ് ഉണ്ടോ എന്ന് നോക്കാം. അതിന് നമ്മൾ ബസർ റേഞ്ചിലേക്ക് പ്രോബ് ഇടുക. അതിനുശേഷം പോസിറ്റീവിലും നെഗറ്റീവിലും ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കുക. ഒരു സൈഡിലേക്ക് ബീപ്പ് കാണിക്കണം, ഒരു സൈഡിലേക്ക് ബീപ്പ് കാണിക്കാൻ പാടില്ല. അഥവാ രണ്ട് സൈഡിലേക്കും ബീപ്പ് കാണിക്കുന്നുണ്ടെന്നൊരിതിൽ നിങ്ങളുടെ മദർ ബോർഡിൽ എന്തെങ്കിലും ഷോട്ടിംഗ് ഉണ്ട് എന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഷോട്ടിങ് കണ്ടുപിടിക്കണം. സാധാരണ ഇതിൻ്റെ ഷോട്ടിങ് ഇതിൻ്റെ ഈ സൈഡിലല്ല കാണിക്കുക, നേരത്തെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഈ ബോർഡൊന്ന് അഴിക്കാം. അതിനായിട്ട് ഈ ടച്ചിൻ്റെ സ്ട്രിപ്പും ഈ ഇവിടെ താഴെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പും ഒന്ന് അഴിക്കുക, ഒന്ന് ഡിസ്കണക്റ്റ് ആക്കുക. അതിനുശേഷം പവർ സ്വിച്ചിൻ്റെ സ്ട്രിപ്പുണ്ട്, അതും ഒന്ന് അകത്തതിന് ശേഷം നമുക്ക് ബോർഡ് എടുക്കാം. ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഷീൽഡിനകത്താണ് സാധാരണ ഷോട്ടിങ് വരാറ്. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ വാട്ടർ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക. സാധാരണ കൂടുതലായിട്ട് വാട്ടർ ഡാമേജ് കൊണ്ടാണ് വരുന്നത്. വാട്ടർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞ് വെച്ചാൽ ഈ കാണുന്ന കപ്പാസിറ്ററുകളൊക്കെയാണ് സാധാരണ ഷോട്ടിങ് വരാറ്. ഇത് പിന്നെ ഒന്ന് വെച്ച് ഇവിടെ 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു 2 കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ഈ കപ്പാസിറ്ററുകളൊക്കെയാണ് ഷോട്ടിങ് വരാറ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ കമ്പോണൻറ്റും ഒന്ന് ചെക്ക് ചെയ്യണം. കപ്പാസിറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഇതിന് ഡയറക്റ്റ് ബീപ്പ് സൗണ്ട് കാണിക്കും, ഡയറക്റ്റ് ഗ്രൗണ്ട് കാണിക്കും. ഒരു സൈഡിലേക്ക് കുറച്ച് റീഡിംഗ് ആണ് കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഷോട്ടിംഗ് അല്ല. രണ്ട് സൈഡിലേക്കും ബീപ്പാണ് കാണിക്കുന്നതെങ്കിൽ ആ കപ്പാസിറ്റർ ആ സെക്ഷനിൽ എവിടെയോ കപ്പാസിറ്റർ ഷോട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കൂടുതൽ ഈ കപ്പാസിറ്ററാണ് ഷോട്ടിംഗ് വരാൻ സാധ്യതയുള്ളത്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കുക. ഈ കപ്പാസിറ്ററിൽ ഷോട്ടിംഗ് ഉണ്ടെങ്കിൽ ഫോൺ ഓൺ ആകുകയില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ എല്ലാം ചെക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരെണ്ണം ഷോർട്ടായിട്ടിരുന്നാൽ മതി, ഫോൺ ഓണാകാതിരിക്കും. സാധാരണ കൂടുതൽ കിട്ടിയ കപ്പാസിറ്ററാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏതാണ് കപ്പാസിറ്റർ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയേച്ച് ഈ കപ്പാസിറ്റർ റിമൂവ് ചെയ്താൽ മതി. നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കപ്പാസിറ്റർ എല്ലാം പാരലൽ കണക്ഷൻ ആയിരിക്കും. കപ്പാസിറ്റർ പാരലൽ കണക്ഷനിലുള്ള കപ്പാസിറ്റർ ഒന്നും റിമൂവ് ആക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. റിമൂവ് ആക്കിയാലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല. അപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.